ശ്രീ ജി വി ഹരി, എന്താണ് സംഭവിക്കുന്നത് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ? ഇത്രമാത്രം തർക്കത്തിന്റെ ആവശ്യം ഇവിടെ ഉണ്ടായിരുന്നു, ഇതിപ്പോൾ തെരുവിലേക്ക് വലിച്ച് നീളുകയാണ്. നോക്കൂ മഞ്ജുഷേ, ഇതിനകത്ത് തർക്കമുണ്ട് എന്നൊക്കെ പറയുന്നത് നിങ്ങളാണ്. ഈ തർക്കം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് പാർട്ടി എല്ലാ കാലത്തും അതിൻ്റെ CLP ലീഡറെ തിരഞ്ഞെടുത്തിട്ടുള്ളതിനൊരു പ്രക്രിയയുണ്ട്. അതിത് മാത്രമല്ല, ഏത് തിരഞ്ഞെടുപ്പിലാണെങ്കിലും ആ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് നടത്തുന്ന ഒരു പ്രക്രിയയാണ്. ആ പ്രക്രിയയുടെ ഒന്നാം ഘട്ടം ഇപ്പോൾ സമാപിച്ചു. ഒന്നാം ഘട്ടം എന്താണ്? ഒന്നാം ഘട്ടം തിരഞ്ഞെടുക്കപ്പെട്ട 63 MLA-മാരുടെ യോഗം തിരുവനന്തപുരത്ത് ഇന്ദിരാഭവനിൽ നടന്നു. ആ യോഗത്തിൽ കഴിഞ്ഞ പ്രാവശ്യം അല്ലെങ്കിൽ അതിന് 5 കൊല്ലങ്ങൾക്ക് മുമ്പ് നമ്മൾ പരാജയപ്പെട്ടപ്പോഴും പ്രതിപക്ഷ നേതാവിനെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇതേ പ്രോസസ്സ് തന്നെയാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. അന്ന് പ്രതിപക്ഷ നേതാവായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് ശ്രീ VD സതീശനാണ്. MLA-മാരുടെ ഏറ്റവും കൂടുതൽ MLA-മാരുടെ പിന്തുണ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇവിടെയും സംഭവിച്ചിരിക്കുന്നത് 63 പേരുടെ പിന്തുണ ആർക്ക് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ആദ്യം ചെയ്തത് നമുക്കറിയാം, ഒറ്റവരി റെസൊല്യൂഷൻ പാസ്സാക്കി, തീരുമാനം ഹൈക്കമാൻഡിനെ കൈക്കൊള്ളാവുന്നതാണ് എന്നുള്ള റെസൊല്യൂഷൻ പാസ്സാക്കുന്നു. അതിനുശേഷം ഈ നിരീക്ഷകരായിട്ട് വന്നിട്ടുള്ള ശ്രീ അജയ് മാക്കൻ AICCയുടെ ട്രഷററാണ്, അതോടൊപ്പം AICCയുടെ ജനറൽ സെക്രട്ടറിയാണ് മുകുൾ വാസ്നിക്ക്. അവർ രണ്ടുപേരും അതോടൊപ്പം ഇവിടുത്തെ ചാർജ് ഉണ്ടായിരുന്ന നമുക്കറിയാവുന്ന പോലെ ശ്രീമതി ദീപാദാസ് മുൻഷി അടക്കമുള്ള ആളുകൾ MLA-മാരെ ഒറ്റയ്ക്ക് കണ്ടു. അവരുടെ അഭിപ്രായം രേഖപ്പെടുത്താം, സ്വാഭാവികമാണ്. അവരുടെ അഭിപ്രായം സാധാരണഗതിയിൽ നമുക്കറിയാം, എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലെയും CLP ലീഡർമാരെ തിരഞ്ഞെടുക്കുന്നത് നിങ്ങൾക്കറിയാവുന്നതുപോലെ ഒന്ന് MPമാരെ, പ്രധാനമന്ത്രിയാണെങ്കിൽ MPമാരാണ്, അതോടെ മുഖ്യമന്ത്രിയാണെങ്കിൽ MLA-മാരാണ്. ഇത് അവരുടെ ഇവിടെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇവിടെ തെരഞ്ഞെടുക്കപ്പെട്ട MLA-മാരുണ്ട്. അതിൽ ഇപ്പോൾ ശരി, രമേശ് ചെന്നിത്തല സീനിയോറിറ്റി അനുസരിച്ച്, പിന്നെ VD സതീശൻ പ്രതിപക്ഷ നേതാവ് എന്ന നിലയ്ക്ക് ഈ രണ്ടുപേരുടെ പേരുകൾ വന്നാൽ അത് സ്വാഭാവികം എന്ന രീതിയിൽ പറയാം. അവിടെ MLA-മാർ ആർക്കൊപ്പം എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് അതിലൊരു തീരുമാനം വന്നോട്ടെ. പക്ഷെ KC വേണുഗോപാലിനെ കൊണ്ടുവരുവാനുള്ള അടിയന്തര സാഹചര്യം എന്താണ് കേരള രാഷ്ട്രീയത്തിൽ ഇപ്പോൾ ഉള്ളത്, കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഇപ്പോഴുള്ളത് എന്ന കാര്യമാണ്. അത് മാത്രമല്ല, ഈ KC വേണുഗോപാലിന് അനുകൂലമായി ഇവരൊക്കെ പറയുമ്പോൾ അത് കൈമുക്കുക എന്നുള്ളതാണല്ലോ. അങ്ങനെ പറയുമ്പോൾ അതൊരു വിധേയത്വം എന്നതിനപ്പുറം എന്താണ്? ഒരു സംശയവുമില്ല, KC വേണുഗോപാലിനോടുള്ള വിധേയത്വം അതാണ് ഈ MLA-മാരുടെ ഈ തലയെണ്ണലിൽ പ്രതിഫലിച്ചിരിക്കുന്നത്. അത് ജനവികാരത്തിന്റെ പ്രതിഫലനം എന്ന് പറയുവാൻ കഴിയുകയില്ല. ഞാനിപ്പോൾ ഈ പറഞ്ഞപ്പോൾ ലിസ്റ്റൊക്കെ കാണിച്ചല്ലോ, ഇവിടെ മഞ്ജുഷ ലിസ്റ്റ് കാണിച്ചു, അതോടൊപ്പം തന്നെ ഇത്ര പേരുടെ വേണമെന്ന് പറഞ്ഞു. ഞാനിത് എൻഡോഴ്സ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല, കാരണം എനിക്കത് അറിയില്ല. ഞാൻ പറഞ്ഞോട്ടെ, എൻ്റെ ഞാനിത് കംപ്ലീറ്റ് ചെയ്യാൻ അനുവദിക്കുക സാർ. ഞാനിത് കണ്ട കാര്യമല്ല. ഞാനിത് ആരൊക്കെയാണ് ശ്രീ KC വേണുഗോപാലിനെ നേതാവായി പറഞ്ഞത് അല്ലെങ്കിൽ താല്പര്യപ്പെട്ടത്, ആരൊക്കെയാണ് VD-യോട് പറഞ്ഞത്, ആരൊക്കെയാണ് RC-യോട് പറഞ്ഞത്, ഇതറിയാവുന്നത് ഇപ്പോൾ AICCക്ക് അറിയാം, AICCയുടെ നേതൃത്വത്തിന് അറിയാം കൃത്യമായിട്ട് ആർക്കാണെന്ന് അറിയാം. ഇതൊരു സാങ്കല്പികമാണ്. ഇനി ഞാൻ താങ്കൾ ചോദിച്ചതിലേക്ക് പ്രസിഡന്റ് സണ്ണി ജോസഫ് പോലും KC വേണുഗോപാലിന് അനുകൂലമാണ് പറഞ്ഞിരിക്കുന്നത്. മുകുൾ വാസ്നിക്കിന്റെ കയ്യിലുള്ള പേപ്പർ ഇതുണ്ട്. ആ പേപ്പർ പുറത്തു വന്നില്ലായിരുന്നുവെങ്കിൽ ഇവിടെ ജി വി ഹരി പറഞ്ഞത് അതൊരു 6 പേരുടെ കാര്യത്തിലാണ്. ഇനി ആ പേപ്പർ തന്നെയാണോ യഥാർത്ഥത്തിലുള്ളത് എന്നുള്ളത് നമുക്കറിയില്ല. ഞാൻ പറഞ്ഞോട്ടെ, ഒന്നുകിൽ മുകുൾ വാസ്നിക്കിന് ഇത് അബദ്ധം പറ്റിയതാണ്, അതല്ലെങ്കിൽ മുകുൾ വാസ്നിക് മനഃപൂർവ്വം ഇത് ചെയ്തത്. ഇതിനകത്ത് ഞാൻ പറയുന്നത് കേൾക്കുക മഞ്ജുഷ. ഇതിനകത്ത് മഞ്ജുഷ പറയുന്ന പോലെ ഇനി താങ്കൾ ചോദിച്ച ചോദ്യമല്ലോ, എന്തിനാണ് KC വേണുഗോപാലിൻ്റെ പേര് പറഞ്ഞത് അവരെന്ന് ചോദിച്ചാൽ, KC വേണുഗോപാൽ ആരാണ്? കേരളത്തിൽ, ഈ രാജ്യത്ത് കഴിഞ്ഞ 12 വർഷക്കാലമായി ഈ രാജ്യത്ത് ഈ കോൺഗ്രസ് പാർട്ടി ഭരണത്തിലില്ല. കഴിഞ്ഞ 10 വർഷക്കാലമായി കേരളത്തിൽ കോൺഗ്രസ് പാർട്ടി ഭരണത്തിലില്ല. ഈ പാർട്ടിയെ രാജ്യത്ത് നയിക്കുകയും കേരളത്തിൽ ഈ പാർട്ടിക്ക് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ചെയ്യാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുള്ള ഒരു നേതാവിൻ്റെ പേര് തിരഞ്ഞെടുക്കപ്പെട്ട MLA-മാർ പറയണമെങ്കിൽ, പറഞ്ഞിട്ടുണ്ടാകുന്നതാണ് താങ്കൾ പറയുന്നത്, പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് തക്കതായ കാരണം ഉണ്ടാവും, ഒരു സംശയവും വേണ്ട. ഞാനൊരു കാര്യം പറയാം. അതൊക്കെ ഞാൻ ഈ ശ്രീ രമേശ് ചെന്നിത്തല, അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ വളരെ വലുതാണ്. ഈ പ്രതിപക്ഷ നേതാവ് VD സതീശൻ, അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ വളരെ വലുതാണ്. ഇതൊന്നും ഞാൻ അതേ പ്രാധാന്യത്തോടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ശ്രീ KC വേണുഗോപാൽ 18 ദിവസങ്ങൾ, 80 വേദികൾ, 100ഓളം പരിപാടികളിൽ അദ്ദേഹം പങ്കെടുത്ത് എനിക്ക് നേരിട്ടറിയാം. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഞാനിതുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മഞ്ജുഷിനും അറിയാവുന്നതാണ്, ഞാൻ വാർ റൂമിൻ്റെ ചുമതല ഉണ്ടായിരുന്ന ഒരാളാണ്.
ഞാൻ അതിൻ്റെ ഒരു കോർഡിനേറ്ററായി പ്രവർത്തിച്ച ആളാണ്. എനിക്കറിയാം കേരളത്തിൽ എത്ര നേതാക്കന്മാർ വന്നിട്ടുണ്ട്, അവർ എത്ര യോഗങ്ങളിൽ പങ്കെടുത്തു, രാഹുൽ ഗാന്ധി എത്ര യോഗങ്ങളിൽ പങ്കെടുത്തു. എന്നോട് ചോദിച്ചാൽ ഓരോ സ്ഥലവും ഞാൻ കൃത്യമായി പറഞ്ഞുതരാം. പ്രിയങ്ക ഗാന്ധി അതുപോലെ എത്ര വേദികളിൽ അത് പ്രിയപ്പെട്ട കെ സി വേണുഗോപാൽ പങ്കെടുത്തു എന്ന് എനിക്ക് നേരിട്ടറിയാം. അപ്പോൾ അങ്ങനെ ഒരാളെ കേരളത്തിലെ MLA-മാരാണ് പറയുന്നത്. കേരളത്തിലെ ജനങ്ങൾ തിരഞ്ഞെടുത്തിട്ടുള്ള 63 MLA-മാർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനൊരു ചോദ്യത്തിന്റെ ആവശ്യമില്ല മഞ്ജുഷേ. അദ്ദേഹം എല്ലാ തരത്തിലും ആ കാര്യത്തിൽ അർഹനാണ്, എനിക്ക് 100%. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാമായിരുന്നു. അതൊരു പ്രധാന കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാമായിരുന്നു. എംപിമാർ മത്സരിക്കേണ്ട എന്നുള്ള പൊതു തീരുമാനം എടുത്തത് ആരാണ്? കോൺഗ്രസ് ഹൈക്കമാൻഡാണ് ആ തീരുമാനം. ആ തീരുമാനം എടുക്കുവാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അതിനുള്ളൊരു പ്രധാന കാരണം എന്ന് പറയുന്നത് അവർ മത്സരിച്ച് ജയിച്ചാൽ ഉപതെരഞ്ഞെടുപ്പുകൾ വേണ്ടിവരും. അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പല സീറ്റിലും കടുത്ത മത്സരം തന്നെയായിരിക്കും ഉണ്ടാകാൻ പോകുന്നത്. ഉദാഹരണം, ആലപ്പുഴയിൽ ഇപ്പോൾ കെ സി വേണുഗോപാൽ മത്സരിക്കുന്നു, ജയിക്കുന്നു എന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ ഏതെങ്കിലും മണ്ഡലത്തിൽ അതെ, ഏതെങ്കിലും ഇരിക്കൂരിലാണെങ്കിൽ ഇരിക്കൂരിൽ ജയിച്ചു എന്ന് വിചാരിക്കുക. ആലപ്പുഴ ജയിച്ചു അങ്ങനെയാണെങ്കിൽ ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് വേണ്ടിവരും. അപ്പോൾ അവിടെ കോൺഗ്രസിന് ശക്തമായ ഒരു മത്സരം നേരിടേണ്ടി വരും. അതിന്റെ ആവശ്യം ഇപ്പോൾ എന്താണ്? അതുപോലെ തന്നെ ആറ്റിങ്ങലിൽ അത് സംഭവിക്കും, അടൂർ പ്രകാശ് മത്സരിച്ചെങ്കിൽ. കണ്ണൂരിൽ അങ്ങനെ സംഭവിക്കും, കെ സുധാകരൻ മത്സരിച്ചെങ്കിൽ ലോക്സഭയിലേക്ക് ഉപതെരഞ്ഞെടുപ്പ് വേണ്ടി വരും. ഇതൊക്കെ പരിഗണിച്ചല്ലേ വേണ്ട എന്ന് വെച്ചത്. അപ്പോൾ ഇപ്പോൾ എന്തിനാണ് കെ സി വേണുഗോപാലിന് വേണ്ടി അപ്പോൾ ഒരു ഇളവ് കൊടുക്കുന്നത്? അതിന്റെ ആവശ്യമില്ലല്ലോ. പൊതുവായ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് ഹൈക്കമാൻഡ്, MPമാർ മത്സരിക്കേണ്ട എന്ന്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് നൂലിൽ കെട്ടി എന്തിനാണ് കെ സി വേണുഗോപാലിനെ ഇറക്കുന്നത്? നിങ്ങൾ ഇവിടെയാണ് പ്രശ്നം. നിങ്ങൾ ഇതുവരെ പറഞ്ഞ കാര്യത്തോട് ചോദിക്കുന്നത് കെ സി വേണുഗോപാലിനെ നൂലിൽ കെട്ടി ഇറക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ ഒറ്റ കാര്യമാണ്, MPമാർ മത്സരിക്കേണ്ട എന്നുള്ളത് ഒരു കോമൺ തീരുമാനമായിരുന്നു. അതൊക്കെ മഞ്ജുഷിന്റെ ഒരു തരത്തിലും പറയാൻ പാടില്ല. ഹൈക്കമാൻഡ് തീരുമാനം ഒരു സാഹചര്യം എവിടെയാണ്? ഇന്ത്യയിലും കോൺഗ്രസ് പാർട്ടിയുടെ ഇന്ത്യയിലും കേരളത്തിലും അദ്ദേഹത്തിന്റെ സംഭാവനകളെ കേരളത്തിലെ ഒരു കോൺഗ്രസ്സുകാരനും മാറ്റി നിർത്താൻ കഴിയില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇനി ഞാൻ വീണ്ടും പറയാൻ ആഗ്രഹിക്കുന്നു, ഇത് മഞ്ജുഷ എന്റെയും മഞ്ജുഷിന്റെയും ഉത്തരവാദിത്വമോ തീരുമാനമല്ല. ഇവിടെ ജയിച്ചു വന്ന 63 പേരിൽ താങ്കൾ പറഞ്ഞതുപോലെ 46 പേർ അദ്ദേഹത്തെ പിന്തുണച്ചുവെങ്കിൽ ആ തീരുമാനം AICC നടപ്പാക്കണമെന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. എന്താ കാര്യം അറിയോ? അതുകൂടെ പറഞ്ഞുതരാം. എന്താ കാര്യം? കാരണം ഇതുവരെയും ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി ഹൈക്കമാൻഡ് തീരുമാനമെടുത്തിട്ടുള്ളത് ഇവിടെ മാത്രമല്ല. നിങ്ങൾ മനസ്സിലാക്കണം, അത് മഹാരാഷ്ട്രയിൽ അത്തരത്തിലുള്ള തീരുമാനങ്ങൾ കടന്നു വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ രാജസ്ഥാനിൽ ആ തീരുമാനം കടന്നു വന്നിട്ടുണ്ട്. എന്തിനേറെ പറയുന്നു, തെലങ്കാനയിൽ ആ തീരുമാനം കടന്നു വന്നിട്ടുണ്ട്. ഏറ്റവും അവസാനമായി തെലങ്കാനയിൽ വന്നിട്ടുണ്ട്. എന്തിനേറെ പറയുന്നു, തൊട്ടടുത്ത കർണാടകത്തിൽ വന്നിട്ടുണ്ട്. ഇതൊക്കെ ഞങ്ങൾ ചെയ്തത് എല്ലാം ഒറ്റ കാറ്റഗറിയാണ്. ഇവിടെ ഒരു പ്രദേശത്തിന് മാത്രമായിട്ട് ഒരു കാറ്റഗറി ഉണ്ട്. തലയെണ്ണുന്നതിനെ അല്ല ഞാൻ പറഞ്ഞത്. ഈ തലയെണ്ണുമ്പോൾ കെ സിയുടെ പേര്, അവിടെ ഹൈക്കമാൻഡിന്റെ മനസ്സിൽ കെ സിയുടെ പേര് ഉള്ളത് കൊണ്ടാണല്ലോ MLA-മാർ അത് പറയാൻ നിർബന്ധിത. ഞാൻ പല MLA-മാരോട് അവർ പറഞ്ഞ കാര്യം ഞങ്ങളെ ഇങ്ങനെ സമ്മർദ്ദത്തിലാക്കേണ്ടിയില്ല എന്നാണ്. മാത്രമല്ല ഈ പറയുന്ന പേരുകൾ പറഞ്ഞ പേരുകൾ അടുത്ത നിമിഷം ചോരുകയാണ്. ആരൊക്കെ ആർക്കൊക്കെ വേണ്ടി കൈപൊക്കി എന്നുള്ള കാര്യം ചോർന്നു കഴിഞ്ഞു. ഒരു ചോർച്ചയുമില്ല മഞ്ജുഷ. 63 പേർക്കും ഒരു തരത്തിലുള്ള സമ്മർദ്ദവുമില്ല. അവരോട് ആരോടും കെ സി വേണുഗോപാൽ മത്സരിക്കണം, എന്നെ സഹായിക്കണം എന്ന് പറയുന്നു. എനിക്ക് ഒരു കാരണവശാലും ഞാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പറയട്ടെ. ഇനി താങ്കൾ അവരെയൊക്കെ UKG LKG പോലെയാണ് കാണുന്നത്. നോക്കൂ, അവരൊക്കെ കേരളത്തിൽ കാലാകാലങ്ങളായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തി മത്സരിച്ച്, അതും ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള CPM-ന്റെ നേതാക്കന്മാരെ തോൽപ്പിച്ച്, മന്ത്രിമാരെ തോൽപ്പിച്ച് കടന്നു വരുന്നവരോട് നിങ്ങൾ സമ്മർദ്ദത്തിലൂടെ ഇന്നയാളുടെ പേര് പറയണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ആര് വിശ്വസിക്കും? ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം മഞ്ജുഷേ, ഞാൻ അത് പറയട്ടെ. ഞാൻ ആഗ്രഹിക്കുന്നത്, എന്നോട് വ്യക്തിപരമായി ചോദിച്ചാൽ ഞാനൊരു കാര്യം പറയാം. ഞാൻ കഴിഞ്ഞ 8 വർഷമായി ദേശീയ തലത്തിൽ ഒരു സംഘടനയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളാണ്. എന്നെ നിയമിച്ചതും അന്നത്തെ AICCയുടെ പ്രസിഡന്റ് ശ്രീമതി സോണിയാഗാന്ധിയാണ്. ഇവരെ എല്ലാവരെയും നിയമിച്ചത്, അത് പ്രതിപക്ഷ നേതാവിനെയാണെങ്കിലും അതോടൊപ്പം തന്നെ ബാക്കിയുള്ള പ്രധാനപ്പെട്ട ആരൊക്കെയുണ്ടോ, ജനറൽ സെക്രട്ടറിമാരുണ്ട്, അവരൊക്കെ നിയമിച്ചു. ഈ 8 വർഷക്കാലം ഡൽഹിയിൽ ആ സംഘടനയുമായി മുന്നോട്ട് കൊണ്ടുപോകാൻ എന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ച നേതാവിൻ്റെ പേര് ഒറ്റയാൾ നിങ്ങൾ ചോദിച്ചാൽ ഒരാളേ ഉള്ളൂ. അത് സംഘടനാ ചുമതലയുള്ള AICCയുടെ ജനറൽ സെക്രട്ടറി ശ്രീ കെ സി വേണുഗോപാലാണ്. സാമ്പത്തികം വേണം, മറ്റ് സൗകര്യങ്ങൾ വേണം. 2 ക്യാമ്പുകൾ ഞാൻ നടത്തി. ഞാൻ വ്യക്തിപരമായി ആ ചോദ്യം ചോദിച്ചുകൊണ്ട് ഞാൻ പറയുകയാണ്. ഞാൻ രാജസ്ഥാനിലൊരു ക്യാമ്പ് നടത്തി, അതോടൊപ്പം ബാംഗ്ലൂർ ക്യാമ്പ് നടത്തി. എത്ര പേര്? 300-400 പേര് നടന്നിട്ടുള്ള 4-5 ദിവസം നീണ്ടു നിന്ന ക്യാമ്പുകളാണ്. ഈ ക്യാമ്പുകൾക്കൊക്കെ എനിക്ക് ഏറ്റവും കൂടുതൽ സഹായമായി നിന്നത്, എനിക്ക് ഏറ്റവും കൂടുതൽ പിന്തുണ നിന്ന ആ നേതാവാണ്. അതുകൊണ്ട് ഞാൻ MLA ആയി മത്സരിച്ച് ജയിച്ചു വന്നാലും ഞാനും അദ്ദേഹത്തിന്റെ പേര് തന്നെ പറയുള്ളൂ. അതിന്റെ കാരണം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഈ 49 പേർ, ഞാൻ പറയട്ടെ, 46 പേരെയും അത്തരത്തിൽ
ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അദ്ദേഹത്തിൻ്റെ സപ്പോർട്ട് ലഭിച്ചിട്ടുള്ളവരായിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നോട് ഈ ചോദ്യം ചോദിച്ചുകൊണ്ട് ഞാൻ ആ ചോദ്യം എന്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പേര് പറയാൻ ആഗ്രഹിച്ചു എന്ന് ചോദിച്ചാൽ, എനിക്ക് കഴിഞ്ഞ 8 വർഷക്കാലം ദേശീയ തലത്തിൽ ഈ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് കൊണ്ടുപോകാൻ, ജവഹർ ബാൽ മഞ്ചുമായി ബന്ധപ്പെട്ടുള്ള എൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ എനിക്ക് ഏറ്റവും വലിയ പിന്തുണ നൽകിയൊരു നേതാവ് അദ്ദേഹമാണ്. തീർച്ചയായിട്ടും അങ്ങനെ ഒരു അവസരം വന്നാൽ ഞാൻ അദ്ദേഹത്തിൻ്റെ പേരല്ലേ പറയും. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.